ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ 2 ദിവസമായിട്ട് നമ്മളെ വീടിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുതിയ ഏതെങ്കിലും ഫ്രണ്ട്സ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ വാർപ്പായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസാണ് ഇങ്ങനെ 2 ദിവസമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിലിങ്ങനെ മഴ പെയ്യുമ്പോൾ നന്നായിട്ട് വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കും. എന്നിട്ട് ആ വെള്ളം അടുക്കള ഭാഗത്തേക്ക് ഇങ്ങനെ ചെറുതായിട്ട് ലീക്കൊക്കെ ആവും. ഇത് ഞാൻ 2 ദിവസത്തെ വിഷ്വൽസ് എടുത്തിട്ട് ഒരു വീഡിയോ ആക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടില്ലായിരുന്നു. രാത്രി ഇങ്ങനെ പ്ലക്കാർഡ് ഉണ്ടാക്കുന്നത്, അതിന്ന് ഹാദി സ്കൂളിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ ഇതാണ് ഞാൻ പിടിയൊക്കെ വെച്ചിട്ടുള്ള പ്ലക്കാർഡ്. അപ്പോൾ ഇന്ന് നമ്മൾ പണിക്കാർക്ക് വേണ്ടി ചെമ്മീൻ തീയലും പപ്പടവും ചോറും ഉപ്പേരിയൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അധികം എടുത്തിട്ടില്ലായിരുന്നു. അപ്പം ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും മഴയൊക്കെ കുറഞ്ഞു, കുറച്ച് വെള്ളമൊക്കെ വറ്റി. അപ്പം ഇന്ന് അവർ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ കമ്പിയൊക്കെ അടിച്ച് പോവുകയാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനത്തെ പണി ഫുള്ളായിട്ട് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഇനി നാളെയാണ് നമ്മുടെ വാർപ്പ് നടക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു വീഡിയോയും ഇതിൻ്റെ കൂടെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കമ്പിയൊക്കെ അടിച്ച് പോയതിൻ്റെ ശേഷം ഇത് കണ്ടോ, വൈകുന്നേരം ആയപ്പോഴത്തേക്കും വീണ്ടും മഴ പെയ്യാൻ തുടങ്ങി. ഇനി വാർപ്പിൻ്റെ അന്നത്തെ അവസ്ഥ എന്താണെന്നറിയില്ല. ഇത് വാർപ്പിൻ്റെ അന്നത്തെ വിഷ്വലാട്ടോ ഇനി അങ്ങോട്ടുള്ളത്. അപ്പം ഇന്ന് രാവിലെ തന്നെ നമുക്ക് എംസാൻഡ് വന്നിട്ടുണ്ട്. എംസാൻഡിലാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ രാവിലെയാണ് നമ്മൾ മെറ്റലും എന്താ പറയുക എംസാൻഡും ഒക്കെ അടിച്ചിട്ടുള്ളത്. വാർപ്പിന് സാധാരണ അങ്ങനെയാണല്ലോ, കുറേ മുന്നേ ഒന്നും അടിച്ച് ഇടൂല. കാരണം വേസ്റ്റ് എന്തെങ്കിലും കുടുങ്ങി കഴിഞ്ഞാൽ അത് കോൺക്രീറ്റിന് പ്രശ്നമാണെന്ന് പറയും. അപ്പം എംസാൻഡൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ മെറ്റിൽ വന്നിട്ടുണ്ട്. ആ വഴി കുറച്ച് പ്രശ്നമായതുകൊണ്ട് കുറച്ച് നേരം ഇങ്ങനെ നിന്നിട്ടാണ് വണ്ടി ഇങ്ങോട്ട് വന്നത്. ആ മതിലൊക്കെ തട്ടാതെ ഇങ്ങനെ ശ്രദ്ധിച്ച് വരണം. അപ്പം അങ്ങനെ നമ്മുടെ മെറ്റിലും വന്നിട്ടുണ്ട്. മെറ്റലും എംസാൻഡും വരുന്നതിന് മുൻപ് തന്നെ നമ്മുടെ വയറിങ്ങിൻ്റെ ആൾക്കാർ വന്നിട്ട് വയറിങ്ങൊക്കെ ചെയ്ത് പോയിട്ട്, വയറിംഗ് അല്ല, അതിനുള്ള പൈപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ മുകളിലേക്ക് കയറിയപ്പോഴാണ് അങ്ങനെ വീഡിയോ എടുത്തത്. നമ്മൾ സാധാ പണിക്കാർക്ക് രാവിലെ ആകുമ്പം ചായ കൊടുക്കാറില്ല, ഉച്ചയ്ക്കുള്ള ചോറ് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളായിരുന്നു. അപ്പം വാർപ്പിൻ്റെ അന്ന് അവർക്ക് ചായയുടെ ടൈമിൽ കഞ്ഞി കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അതിലേക്കുള്ള ചമ്മന്തിക്കുള്ള തേങ്ങ ചിരകിക്കൊണ്ട് നിൽക്കുകയാണ് ഷിഫ. അപ്പോൾ നമ്മൾ ചമ്മന്തിയും കഞ്ഞിയും അച്ചാറും കൂടിയാണ് ആ ഒരു സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ വാർപ്പിൻ്റെ എല്ലാ സെറ്റിങ്സ്, ആ സിമൻറ്റ് കുഴയ്ക്കാനുള്ള മെഷീനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മളുടെ ഒരുപാട് വർഷത്തെ ഒരു ആഗ്രഹം സാഫല്യത്തിലാവാൻ പോവുകയാണ്. വീടിൻ്റെ മെയിൻ വാർപ്പ്. വാപ്പിയൊക്കെ അതിൻ്റെ സന്തോഷത്തിലാട്ടോ. സത്യം പറഞ്ഞാൽ ആർക്കും ഇന്ന് വിശപ്പുമില്ല. ആ ഒരു ടൈം, ചായ കുടിക്കുന്നൊക്കെ ടൈം കഴിഞ്ഞിട്ടും ആർക്കും വിശപ്പൊന്നുമില്ല. ഇതിൻ്റെ ഒരു സന്തോഷത്തിലും ഇത് മഴ പെയ്യോ അങ്ങനെയുള്ളൊരു ടെൻഷനിലൊക്കെ ആയിട്ട് ആർക്കും വിശപ്പും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം ഫസ്റ്റത്തെ ചട്ടി സിമൻറ്റ് മിക്സ് ചെയ്തത് വാപ്പിയാണ് ഇട്ടത്. അപ്പോൾ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും വാർപ്പ് ഏകദേശം കഴിഞ്ഞു. പിന്നെ നമ്മൾ സാധാരണ പണിക്കാർക്കുള്ള ഫുഡ് ഞാൻ തന്നെ ഉണ്ടാക്കാറാണല്ലോ ചെയ്യുക. അപ്പോൾ വാർപ്പിൻ്റെ അന്നായതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് വാങ്ങുക ചെയ്തത്. ചിക്കൻ ബിരിയാണി ആയിരുന്നു വാങ്ങിയത്.
അപ്പോൾ ഇതുപോലെ ബോക്സായിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ കുറച്ചുകൂടി എളുപ്പമായല്ലോ. അപ്പോൾ ഇതിൽ തന്നെ വെച്ചിട്ട് അങ്ങനെ കഴിച്ചാൽ മതി. പിന്നെ പണിക്കാർ പോകുന്നതിന് മുൻപ് തന്നെ ഇത് ഫുള്ളൊന്ന് ടാർപ്പ് വെച്ചിട്ട് കവർ ചെയ്യുന്നുണ്ട്. മഴ പെയ്തു കഴിഞ്ഞാൽ പ്രശ്നമില്ലാതിരിക്കാൻ. അവർ പറഞ്ഞത് 4 മണിക്കൂറിൽ ഈ കോൺക്രീറ്റ് സെറ്റ് ആവുമെന്നാണ്. എന്നാലും ഫസ്റ്റ് ദിവസം ആയതുകൊണ്ട് ഇങ്ങനെ കവർ ചെയ്തിടണം. അങ്ങനെ വാർപ്പ് മഴയില്ലാതെ കഴിഞ്ഞു. അങ്ങനെ ടാർപ്പൊക്കെ വിരിച്ച ശേഷം വീട് പണിക്കാർ പോയി. ഇനി ഞങ്ങളും ഫുഡ് കഴിക്കാൻ പോവാണ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പം പുതിയ വിശേഷങ്ങളുമായിട്ട് വരുന്നത് വരെ ബൈ.